In winter, a house needs 198 megajoule per hour heat requirement. For this purpose, how much amount of heat to be extracted from outside by the heat pump if it is having 8.0 COP? അതായത് ഒരു ഹീറ്റ് പമ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഹീറ്റ് പമ്പിന്റെ കേസിൽ COP തന്നിട്ടുണ്ട്. COP ഓഫ് ഹീറ്റ് പമ്പ് 8 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആക്ച്വലി ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂം ഹയർ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹീറ്റ് പമ്പ്. ഓക്കെ, അപ്പൊ ബേസിക്കലി റെഫ്രിജറേഷൻ സൈക്കിളും അതുപോലെ തന്നെ ഹീറ്റ് പമ്പ് സൈക്കിളും സിമിലർ ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പമ്പിന്റെ കേസിൽ നമ്മൾ വി ആർ ഫോക്കസിങ് ഓൺ ദ ഹയർ ടെമ്പറേച്ചർ സൈഡ്, whereas in the case of a refrigerator we are focusing on the low temperature side. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ചോദ്യം എന്ന് പറയുന്നത് എത്ര ഹീറ്റ്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് ബൈ ദ ഹീറ്റ് പമ്പ് ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് എ 8.0 COP. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഹീറ്റ് മുഴുവൻ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എത്ര ഹീറ്റ് വലിച്ചെടുക്കണം? ആക്ച്വലി റൂമിന്റെ ഹീറ്റ് റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഔട്ട്സൈഡ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം എന്നാണ് ചോദ്യം. നോക്കാം. A heat pump supplies heat to the house by extracting heat from outside and adding work. എപ്പോൾ നമുക്കറിയാം ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ഒരു വർക്ക് കൺസ്യൂമിങ് ഡിവൈസ് ആണ്. കാരണം നമ്മൾ ഇൻപുട്ട് വർക്ക് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പമ്പിങ് നടക്കുകയുള്ളൂ. അതിനകത്ത് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് COP ആണ്. COP ഓഫ് ഹീറ്റ് പമ്പ് ഈസ് ഈക്വൽ ടു QH ഡിവൈഡഡ് ബൈ W, where QH is the heat supplied to the house or room, QL is the heat extracted from the outside, and W is the work input. അപ്പോൾ COP of heat pump is equal to QH by W, then QH is equal to QL plus W. ഹയർ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന വർക്ക് ഇൻപുട്ട്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ഡാറ്റ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. തന്നിട്ടുള്ള ഇതൊക്കെയാണ്. QH എന്ന് പറയുന്നത് എന്താണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ബി പമ്പ്ഡ്, അല്ലെങ്കിൽ റൂമിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഹീറ്റ് റിക്വയർമെന്റ് 198 മെഗാജൂൾ പെർ അവർ തന്നിട്ടുണ്ട്. COP is equal to 8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് COPയുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. COP is equal to QH ഡിവൈഡഡ് ബൈ W. തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് COP അതുപോലെ തന്നെ QH എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വർക്ക് റിക്വയർമെന്റ് അല്ലെങ്കിൽ വർക്ക് ഇൻപുട്ട് എത്രയാണെന്ന് കിട്ടും. നമുക്ക് ഇവിടെ കിട്ടുന്നത് 24,750 കിലോ ജൂൾ പെർ അവർ ആണ് നമുക്ക് അതിന്റെ വർക്ക് ഇൻപുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്. QL is equal to QH minus W, അല്ലെ? സോ QL is equal to QH നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു, QH ആൾറെഡി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ W നമ്മൾ ആൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1,73,250 കിലോ ജൂൾ പെർ അവർ എന്ന് കിട്ടും. അതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് ദാറ്റ് ഈസ് ടു ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ C 1,73,250 കിലോ ജൂൾ പെർ അവർ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. The effectiveness of parallel flow heat exchanger is calculated by using the relation. Okay. പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ്നെസ് NTU മെത്തേഡിൽ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫോർമുല എന്താണെന്നുള്ളതാണ് ചോദ്യം. A heat exchanger is a device used to transfer heat between two fluids at different temperatures without mixing them. Common applications include boilers, condensers, radiators, and air conditioners. Heat exchanger എന്ന് പറയുന്നത് എന്താണ്, used to transfer heat between two fluids at different temperatures without mixing them. Fluid mixing ഇല്ലാതെ തന്നെ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിലുള്ള ഫ്ലൂയിഡ് തമ്മിൽ ഉള്ള ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. കോമൺ ആയിട്ട് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്ന ബോയിലറിൽ, കണ്ടൻസർ, റേഡിയേറ്റർ, എയർ കണ്ടീഷണറിലെല്ലാം നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ഒന്നാമത്തേത് പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ, രണ്ടാമത്തേത് കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ. In a parallel flow heat exchanger, both the hot and cold fluids enter at the same end and move in the same direction. Parallel flow heat exchanger
കോൾഡ് ഫ്ലൂയിഡും ഹോട്ട് ഫ്ലൂയിഡും എന്താണ് ഒരേ സൈഡിൽ എൻ്റർ ചെയ്ത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതേസമയം കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിലാണെങ്കിൽ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ഫ്രം ഓപ്പോസിറ്റ് എൻഡ് ആൻഡ് ഫ്ലോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും എൻ്റർ ചെയ്യുന്നത് എവിടെ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ. അതേപോലെ തന്നെ അവ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് is the measure of how efficiently a heat exchanger transfers heat compared to maximum possible heat transfer. മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര എഫിഷ്യന്റ് ആയിട്ട് ആണ് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഹോട്ട് ഫ്ലൂയിഡും കോൾഡ് ഫ്ലൂയിഡും ഇടയ്ക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇനി മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ വെൻ the fluid with the minimum heat capacity rate undergoes the maximum temperature rate change. Minimum heat capacity rate ഉള്ള ഫ്ലൂയിഡ് മാക്സിമം ടെമ്പറേച്ചർ ചേഞ്ച് അണ്ടർഗോ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ്നെസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫക്റ്റീവ്നെസ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പൊ കണ്ടീഷൻ ഫോർ മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറിന് ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ഫ്ലൂയിഡിന്റെ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൾഡ് ഫ്ലൂയിഡിന്റെ ഇൻലെറ്റ് ടെമ്പറേച്ചറും സെയിം ആവണം. ഇത് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മാക്സിമം പോസിബിൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എൻ ടി യു മെത്തേഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രാൻസ്ഫർ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് വെൻ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് ആർ നോട്ട് നോൺ. ഔട്ട്ലെറ്റ് ടെമ്പറേച്ചേഴ്സ് അറിയാത്ത ഒരു കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എൻ ടി യു മെത്തേഡ്. ഇറ്റ് റിലേറ്റ്സ് ദ ഹീറ്റ് ട്രാൻസ്ഫർ പെർഫോമൻസ് യൂസിംഗ് ടു കീ പാരാമീറ്റേഴ്സ് എൻ ടി യു ആൻഡ് ഇഫക്റ്റീവ്നെസ്. NTU or number of transfer units represents the size or heat transfer capability of the heat exchanger. അതായത് NTU അല്ലെങ്കിൽ number of heat transfer unit എന്ന് പറയുന്നത് represents the size of the heat exchanger or heat transfer capability. So NTU is defined as equal to UA by C minimum, where U is the overall heat transfer coefficient, A is the heat transfer area, C minimum is the minimum heat capacity rate. Okay. ഇതൊക്കെയാണ് നമുക്ക് എൻ ടി യു മെത്തേഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. ഹയർ ദ എൻ ടി യു ലാർജർ ഏരിയ ഓർ ഹൈ ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. വെയർ ലോ എൻ ടി യു ഇറ്റ് റിസൾട്ട്സ് ഇൻ പുവർ ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഹയർ എൻ ടി യു ആണെങ്കിലും ലോ എൻ ടി യു ആണെങ്കിലും ഹീറ്റ് ട്രാൻസ്ഫറിന്റെ പെർഫോമൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹയർ എൻ ടി യു ആണെങ്കിൽ നമുക്ക് it will be resulting in better performance, whereas low NTU is resulting in poor heat transfer performance. Effectiveness depends on NTU, capacity ratio and flow arrangement. അതായത് barrel flow ആണോ counter flow ആണോ എന്നുള്ള അറേഞ്ച്മെന്റ്, അതുപോലെ NTU, അതുപോലെ capacity ratio എന്ന് പറയുമ്പോൾ minimum heat capacity divided by maximum heat capacity. ഇനി പാരലൽ ഫ്ലോയിലും കൗണ്ടർ ഫ്ലോയിലും നമുക്ക് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് NTU we have the expression for effectiveness equal to 1 minus of e raised to minus NTU into 1 plus C whole divided by 1 plus C is the expression for effectiveness for parallel flow heat exchanger. And for a counter flow heat exchanger, epsilon or the effectiveness equal to 1 minus e raised to minus NTU into 1 minus C divided by 1 minus C into e raised to minus NTU into 1 minus C. As NTU increases, it will be resulting in an increase of the effectiveness or epsilon. അപ്പോൾ നമുക്ക് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് effectiveness of a parallel flow heat exchanger in NTU method. ഓക്കെ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് കാണാതെ പഠിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ബേസ് ചെയ്തിട്ടുള്ള തിയറി നമ്മൾ പറഞ്ഞു, എങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. ഫോർമുല ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫോർമുല നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. റിവേഴ്സ് ദ കാർനോട്ട് സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ. Efficiencies of all reversible heat engines operating in the same two reservoirs are same.
Carnot efficiency approaches unity when low temperature reservoir goes more than the high temperature reservoir. Work is more valuable form of energy than heat. എപ്പോഴും നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോരോ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഓപ്ഷൻ 1 ബോൾഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് തന്നിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഓപ്ഷൻ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അതല്ല ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കാർനോട്ട് തിയറം അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് കാർനോട്ട് തിയറം. സോ ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ. റിവേഴ്സ് കാർനോട്ട് സൈക്കിളും കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. A Carnot heat engine operating in reverse becomes a refrigerator or heat pump. ഒരു Carnot heat engine റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റെഫ്രിജറേറ്റർ സൈക്കിളോ അല്ലെങ്കിലോ ഒരു ഹീറ്റ് പമ്പ് സൈക്കിളോ ആയിരിക്കും. അപ്പോൾ absorbs heat from a low temperature reservoir, rejects heat to high temperature reservoir and hence reversed Carnot cycle is the ideal refrigeration cycle. അല്ലെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ചോദ്യം ഇതാണ്, ഐഡന്റിഫൈ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. Then option 2 ഇതാണ്, efficiencies of all reversible heat engines operating between same two reservoirs are same. അപ്പോൾ നമ്മൾ നോക്കാം. From Carnot theorem, no engine can be more efficient than a reversible engine. Okay, Carnot theorem പറയുന്ന ഇതാണ്, റിവേഴ്സിബിൾ എഞ്ചിനേക്കാൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും പോസിബിൾ അല്ല. ആൻഡ് ഓൾ റിവേഴ്സിബിൾ എഞ്ചിൻസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ഗിവൺ ടെമ്പറേച്ചർ സോഴ്സ് ആൻഡ് ഗിവൺ ടെമ്പറേച്ചർ സിങ്ക് ഹാവ് ഐഡന്റിക്കൽ എഫിഷ്യൻസി. അല്ലെ, കാർനോട്ട് തിയറത്തിന്റെ കൊറോളറീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാർനോട്ട് തിയറവും പഠിച്ചിട്ടുണ്ട്. പറയുന്നത് ഒരേ ടെമ്പറേച്ചർ ലെവലിൽ ഇതിനിടയ്ക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ റിവേഴ്സിബിൾ എഞ്ചിൻസിന്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. അതും ട്രൂ ആണ്. Efficiency depends only on temperatures, not on working fluid. So the given statement is correct. നമുക്കറിയാം കാർനോട്ട് എഫിഷ്യൻസിയിൽ നമ്മൾ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചേഴ്സ്, നോട്ട് ദ വർക്കിംഗ് ഫ്ലൂയിഡ്. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ 3, Carnot efficiency approaches unity when the low temperature reservoir goes more than high temperature reservoir. കാർനോട്ട് എഫിഷ്യൻസിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കാർനോട്ട് എഫിഷ്യൻസിയുടെ ഫോർമുല നോക്കാം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - TL ഡിവൈഡഡ് ബൈ TH. TL എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റിസർവോയർ, TH എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. ഇഫ് TL ഗ്രേറ്റർ ദാൻ TH, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അല്ലെ, ഓപ്ഷനിൽ when the low temperature reservoir goes more than high temperature എന്ന് പറഞ്ഞാൽ TL ഗ്രേറ്റർ ദാൻ TH ആണ് എന്നുണ്ടെങ്കിൽ എന്താവും? എഫിഷ്യൻസി ബിക്കംസ് നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് എഫിഷ്യൻസി പോസിബിൾ ആണോ? അല്ല. സോ ആ ഓപ്ഷൻ പോസിബിൾ അല്ല. ഇനി ഫോർ എഫിഷ്യൻസി അപ്രോച്ചിങ് 1, അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കാർനോട്ട് എഫിഷ്യൻസി അപ്രോച്ചസ് യൂണിറ്റി. അപ്പൊ എഫിഷ്യൻസി 1 ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇപ്പൊ എഫിഷ്യൻസി അപ്രോച്ചിങ് 1, TL ഷുഡ് ബി അപ്രോച്ചിങ് 0 കെൽവിൻ അല്ലെ. TL ലോ ടെമ്പറേച്ചർ റിസർവോയർ 0 കെൽവിനിലേക്ക് അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് പോകുള്ളൂ. ആ കേസിൽ അപ്രോക്സിമേറ്റ്ലി എഫിഷ്യൻസി വിൽ ബി 1. അപ്പോ TL 0 കെൽവിൻ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് സീറോയിലേക്ക് എന്ത് ചെയ്യണം? പോകണം. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് പ്രാക്ടിക്കലി എന്തല്ല, പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, എന്താണ്, TL ക്യാൻ നെവർ ബി അപ്രോച്ച് ടു 0 കെൽവിൻ. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്താലും രണ്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സോ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, ഓപ്ഷൻ 3 റോങ് ആണ്. ഇനി ഓപ്ഷൻ 4th ഓപ്ഷൻ കൂടെ നോക്കാം. വർക്ക് ഈസ് മോർ വാല്യുബിൾ ഫോം ഓഫ് എനർജി ദാൻ ഹീറ്റ്. ഹീറ്റിനെക്കാട്ട് ഒരു വാല്യുബിൾ ഫോം വർക്ക് ആണെന്നാണ് പറയുന്നത്. വർക്ക് ക്യാൻ ബി ഫുള്ളി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്.
ശരിയാണ്, 100% നമുക്ക് വർക്കിനെ ഹീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെ, ഈ ഡിസിപ്പേഷൻ ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഹീറ്റിനെ നമുക്ക് മുഴുവനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു 10 കിലോ ജൂൾ ഹീറ്റ് നമ്മൾ ഹീറ്റ് എഞ്ചിനിലേക്ക് കൊടുത്തു എങ്കിൽ നമുക്ക് ഒരിക്കലും 10 കിലോ ജൂൾ വർക്ക് കിട്ടില്ല. കാരണം ഫ്രിക്ഷൻ എഫക്ട്, അതുപോലെ അൺഅക്കൗണ്ടഡ് ലോസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതെല്ലാം അക്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് depends on the efficiency of the engine, maximum we can get some 6 kilojoule or 7 kilojoule, not more than that. അപ്പോ ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു ലിമിറ്റേഷൻസ് തന്നെയാണ്. ഓക്കെ, hence work is considered as a high grade energy, so the given statement is correct. Okay, so work is more valuable എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വർക്കിനെ മുഴുവനായിട്ട് ഹീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഹൈ ഗ്രേഡ് ടു ലോ ഗ്രേഡ് ഫുള്ളി പോസിബിൾ ആണ്. പക്ഷേ ലോ ഗ്രേഡ് എനർജി ഏതാ? ഹീറ്റ് ആണ്. ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, അതുപോലെ തന്നെ ഓപ്ഷൻ 4ഉം കറക്റ്റ് ആണ്. ഓക്കെ, സോ വർക്ക് ഈസ് ഇവിടെ തന്നിട്ടുള്ള ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ഓപ്ഷൻ 3 റോങ് ആണ്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, ഓപ്ഷൻ 3. അപ്പൊ തന്നിട്ടുള്ളതിൽ റോങ് ഏതാണെന്നുള്ള ചോദ്യം. അപ്പൊ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കാർനോട്ട് എഫിഷ്യൻസി അപ്രോച്ചസ് യൂണിറ്റി നമ്മൾ രണ്ട് കണ്ടീഷൻ അനലൈസ് ചെയ്തു. ഓപ്ഷൻ റോങ് ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്താണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, റോങ് സ്റ്റേറ്റ്മെന്റ് അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, റോങ് ആണോ അതല്ല കറക്റ്റ് ആണോ ചോദിച്ചുള്ള നോക്കുക. നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കും, റോങ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ റോങ് ആയിട്ടുള്ള ഓപ്റ്റ് ചെയ്യും. അങ്ങനെയൊന്നും ഒരിക്കലും കൺഫ്യൂഷൻ വരരുത്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഫോർ ഫ്രീ കൺവെക്ഷൻ in gases, forced convection in gases and vapors, and for boiling water lie respectively in the ranges of. ഇത് ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള, ബോയിലിംഗ് ഹീറ്റ് ട്രാൻസ്ഫറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള വാല്യൂസ് റേഞ്ചസ് എല്ലാം ചോദിക്കുന്ന സമയത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു റേഞ്ച് മാത്രമേ സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിലെല്ലാം നമുക്ക് അതിനെ ബൈഹാർട്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്ത് കൂടുതൽ തിയറി പഠിച്ചാലും ഈ പറയുന്ന വാല്യൂസ് എല്ലാം നമ്മൾ കാണാതെ പഠിക്കേണ്ടി തന്നെ വരും. ദ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് H depends strongly on the mode of heat transfer. Okay, as we move from free convection to forced convection and then to boiling heat transfer, the value of H increases significantly. Free convection നിന്ന് ഫോഴ്സ്ഡ് കൺവെക്ഷനിലേക്കും അവിടെ നിന്ന് ബോയിലിംഗ് ഹീറ്റ് ട്രാൻസ്ഫറിലേക്കും പോകുന്നത് വഴി ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റിന്റെ വാല്യൂ സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂടുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഏകദേശം റേഞ്ച് എത്രയാണെന്നുള്ളതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഫ്രീ കൺവെക്ഷൻ ഇൻ ഗ്യാസസ് വേർ വീക്ക് ഫ്ലൂയിഡ് മോഷൻ ഡ്യൂ ടു ബോയൻസി, H varies between 5 to 15 watt per meter square Kelvin. For forced convection in gases and vapors, fluid motion caused by external means. നമുക്കറിയാം ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഫാന്, ബ്ലോവർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് മോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോഴ്സ്ഡ് കൺവെക്ഷനിൽ അവിടെ ഈ ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ 20 and 200. ഇനി മൂന്നാമത്തെ കാറ്റഗറി ബോയിലിംഗ് വാട്ടർ. ബോയിലിംഗ് ട്രാൻസ്ഫറിൽ ഫേസ് ചേഞ്ച് എൻഹാൻസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ വേർ ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് ഇൻ ദ റേഞ്ച് ഓഫ് 3000 to 50,000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. ഈ മൂന്ന് കേസിലും റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. 5 to 15, 20 to 200, 3000 to 50,000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് ചെയ്ത് കാണാതെ പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ തിൻ പ്ലേറ്റ് 2 meter long and 1 meter width is placed in an air stream with density is equal to 1 kilogram per meter cube and viscosity is equal to 0.85 into 10 minus 5 Pascal second, moving with a velocity of 1 meter per second. What will be the type of flow over the plate? വീണ്ടും ഫ്ലോ ഓവർ ദ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ചോദ്യമാണ്. ലാമിനാർ ടർബുലന്റ് ഫ്ലോ അങ്ങനെയുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ അറിയാം ലാമിനാർ ഫ്ലോന്റെ റേഞ്ച് എന്താണ്, അതുപോലെ ടർബുലന്റ് ഫ്ലോന്റെ റേഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ
ഇതേ ഡിസ്കഷനിൽ കുറച്ച് മുന്നേ കണ്ടതാണ്. ലാമിനാർ ഫ്ലോ RE റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵ ആണെങ്കിൽ ലാമിനാർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 × 10⁵ ആണെങ്കിൽ ടർബുലന്റ് ആയിരിക്കും. ട്രാൻസിഷൻ ഒക്കേഴ്സ് അപ്രോക്സിമേറ്റ്ലി അറ്റ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഓഫ് 5 × 10⁵. റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള REx ρVx ഡിവൈഡഡ് ബൈ മ്യൂ. തന്നിട്ടുള്ള ഡാറ്റ ഇതൊക്കെയാണ്. ഡെൻസിറ്റി 1 kg/m³, വെലോസിറ്റി 1 m/s, മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി 0.85 × 10⁻⁵ പാസ്കൽ സെക്കൻഡ്. ഇനി നമ്മൾ ട്രാൻസിഷൻ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ ലാമിനാർ ടു ടർബുലന്റ് ട്രാൻസിഷൻ എവിടെയാണ്, ഡിസ്റ്റൻസ് ഫ്രം ലീഡിംഗ് എഡ്ജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെയ്നോൾഡ്സ് നമ്പറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡൈനാമിക് വിസ്കോസിറ്റിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4.25 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ പ്ലേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ആകെ 2 മീറ്ററേ ഉള്ളൂ. ട്രാൻസിഷൻ ലെങ്ത് 4.25 മീറ്ററിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ സിൻസ് ദ ട്രാൻസിഷൻ ഒക്കേഴ്സ് ആഫ്റ്റർ ദ പ്ലേറ്റ് എൻഡ്സ് ദ എൻറ്റയർ പ്ലേറ്റ് ലൈസ് ഇൻ ലാമിനാർ റീജിയൻ. അതായത് 2 മീറ്ററിൽ മുഴുവനായിട്ട് ലാമിനാർ ആണ്. കാരണം ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, ടർബുലന്റിലേക്ക് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ മിനിമം 4.25 മീറ്റർ എങ്കിലും എത്തണം. പക്ഷെ നമുക്ക് ആകെ പ്ലേറ്റ് ലെങ്ത് ഇവിടെ 2 മീറ്ററേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡാറ്റ വെച്ചുകൊണ്ട് എന്താണ്, എൻറ്റയർ പ്ലേറ്റ് ലൈസ് ഇൻ ദ ലാമിനാർ റീജിയൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ലാമിനാർ ഫ്ലോ ഓവർ ദി പ്ലേറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൈപ്പ് ക്യാരിയിങ് സ്റ്റീം റൺസ് ഇൻ എ ലാർജ് റൂം and is exposed to surrounding air at a temperature of 27 degrees Celsius. The pipe surface is subjected to 327 degrees Celsius. Find the loss of heat to surroundings due to thermal radiation. Heat transfer, thermal radiation heat transferൽ heat loss കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. MCT തന്നിട്ടുണ്ട് 0.5. നമുക്ക് നോക്കാം. So thermal radiation എന്ന് പറയുന്നത് is a mode of heat transfer in which energy is emitted by a body in the form of electromagnetic waves due to its temperature. അതായത് ഒരു ബോഡിയിൽ നിന്ന് അതിന്റെ ടെമ്പറേച്ചർ കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഫോമിൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഡസ് നോട്ട് റിക്വയർ എ മീഡിയം ഓർ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ വാക്വം. പ്രത്യേകിച്ച് മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല. All bodies have absolute zero. All bodies above absolute zero emit radiation. Absolute zero ടെമ്പറേച്ചറിന് മുകളിലുള്ള ഏതൊരു ബോഡിയും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതില് റേഡിയേഷനെ ഗവേൺ ചെയ്യുന്ന ഡിഫറെന്റ് ലോസിൽ ഒന്നാണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ, which states that the total radiation heat transfer from a surface is given by Q is equal to epsilon sigma Ts raised to 4 minus T infinity raised to 4, where epsilon is the emissivity, Q is the heat loss per unit area in watt per meter square, and sigma is the Stefan-Boltzmann constant. Okay. ഇതാണ് ഇക്വേഷൻ. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോയുടെ ഇക്വേഷൻ ഇതാണ്. Ts is the surface temperature, T infinity is the surrounding temperature. Higher temperature difference results in much higher radiation heat loss. Ts minus T infinity. Higher the temperature difference, the higher is the heat loss due to radiation. A black body with emissivity value of 1 emits maximum radiation. നമുക്കറിയാം ബ്ലാക്ക് ബോഡി ആണ് മാക്സിമം റേഡിയേഷൻ എനർജി എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. എമിസിവിറ്റി, ബ്ലാക്ക് ബോഡിയുടെ എംസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. എംസിവിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് MC പവർ ഓഫ് എ ബോഡി ടു MC പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ കേസിൽ എംസിവിറ്റി എടുത്തു കഴിഞ്ഞാൽ MC പവർ ഓഫ് ബ്ലാക്ക് ബോഡി ഡിവൈഡ് ബൈ MC പവർ ഓഫ് ബ്ലാക്ക് ബോഡി. സോ എമിസിവിറ്റി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ മാക്സിമം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണിത്, ബ്ലാക്ക് ബോഡി. അപ്പൊ തന്നിട്ടുള്ളതില് പ്രോബ്ലത്തില് TS സർഫസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 327. അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 600 കെൽവിനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 27. അതിനായിട്ട് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 300 കെൽവിനിൽ നിന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂസ് നമ്മൾ സ്റ്റീഫൻ ബോൾട്സ്മാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 5.67 × 10⁻⁸ എന്ന് പറയുന്നത് സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഒരിക്കലും കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒന്നും ക്വസ്റ്റ്യനിൽ തരില്ല.
So ഓർത്തിരിക്കുക, the value of Stephen Boltzmann constant is 5.67 into 10 raised to minus 8 watt per meter square, Kelvin raised to 4. It is very, very important. Okay, you have to remember. അപ്പോൾ ഈ പറയുന്ന വാല്യൂസ് എല്ലാം സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ അപ്രോക്സിമേറ്റ്ലി 3.44 കിലോവാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 3.44 kilowatt per meter square ആണ് heat loss due to thermal radiation. Okay. Next question. The Nusselt number for fully developed laminar flow in a tube under constant heat flux is equal to. അതായത് ഫുള്ളി ഡെവലപ്ഡ് ലാമിനാർ ഫ്ലോയില് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് കണ്ടീഷൻ ആണെങ്കിൽ നസൽട്ട് നമ്പറിന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. The Nusselt number represents the ratio of convective to conductive heat transfer. Convective to conductive heat transferന്റെ റേഷ്യോ ആണ് Nusselt number കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. For internal flow in tubes, Nusselt number depends on flow regime and a boundary condition. ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. കീ റിസൾട്ട്സ് ഫോർ ഫുള്ളി ഡെവലപ്ഡ് ലാമിനാർ ഫ്ലോ ഇൻ എ സർക്കുലർ ട്യൂബ് under constant wall temperature condition, the Nusselt number value is 3.66, standard value ആണ്. അതേസമയം for constant heat flux condition, the value of Nusselt number is 4.36. ഈ രണ്ട് വാല്യൂ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. For constant wall temperature, the value of Nusselt number is 3.66, and constant heat flux condition, the value of Nusselt number is 4.36. നമ്മുടെ ചോദ്യം കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സിൽ എന്താണ് നസൽട്ട് നമ്പറിന്റെ വാല്യൂ എന്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 3.66 ആണ് ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത്. അതല്ല, കാരണം 3.66 വരുന്നത് കോൺസ്റ്റന്റ് വോൾ ടെമ്പറേച്ചർ കേസിലാണ്. ഇനി 4.36 എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് വാല്യൂ അവിടെ ഇല്ല. അതിന് പകരം 48/11 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 48/11 നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 4.3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് സി. അതായത് നമുക്ക് 4.36 ആണ് നസൽട്ട് നമ്പറിന്റെ വാല്യൂ ഫോർ കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ്. നമ്മൾ ആ ഫ്രാക്ഷൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ബാക്കിയൊന്നും നമുക്ക് അവിടെ ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല. സോ ഓപ്ഷൻ സി 48/11 ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി 23ാമത്തെ ചോദ്യം. ദ ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ തെർമോഡൈനാമിക്സിൽ വരുന്നതാണ്. ക്ലോഷ്യസ്-ക്ലേപ്പറോൺ ഇക്വേഷൻ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിനുള്ള കുറെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇക്വേഷൻസോ അല്ലെങ്കിൽ ഫോർമുലയൊക്കെ ചോദിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ വാല്യൂസ് എല്ലാം ചിലതെല്ലാം നമ്മൾ കാണാതെ പഠിക്കണം. ഓക്കെ. The Clausius-Clapeyron equation relates the change in vapor pressure with temperature during phase change. Okay. Clausius-Clapeyron equation relates the change in vapor pressure with the temperature during phase change. Phase change ഇടയ്ക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് എങ്ങനെ വേപ്പർ പ്രഷർ മാറുന്നു എന്നുള്ളതിനുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് Clausius-Clapeyron equation എന്ന് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് അസ്യൂമിങ് ലേറ്റന്റ് ഹീറ്റ് കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് അസ്യൂംഷനിലാണ് അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആ Clausius equation എന്താണെന്ന് മാത്രം നോക്കാം. widely used for estimating boiling point and vapor pressure. boiling point ഉം വേപ്പർ പ്രഷറും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത് Clausius-Clapeyron equation. ഇക്വേഷൻ ഇതാണ്. log of P1/P2 is equal to delta H vapor divided by R into 1/T2 minus 1/T1. delta H vaporization എന്ന് പറയുന്നത് എന്താൽപി ഡ്രോപ്പ് ഡ്യൂ ടു വേപ്പറൈസേഷൻ. P1 P2 പ്രഷേഴ്സ്, R എന്ന് പറയുന്നത് എന്താണ് ഗ്യാസ് കോൺസ്റ്റന്റ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതെല്ലാം സിമ്പിൾ ഇക്വേഷൻ ആണ്, നമ്മൾ കാണാതെ പഠിക്കേ വേണ്ടു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് നേരത്തെ പോലെ ഓരോ ഓപ്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കാം. അതായിട്ട് ഓട്ടോ സൈക്കിൾ ഈസ് ദ ഐഡിയൽ സൈക്കിൾ ഫോർ സ്പാർക്ക് ഇഗ്നിഷൻ ഓർ SI engines or petrol engines. The efficiency depends mainly on compression ratio
R and ratio of specific heat gamma. നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1. നമ്മൾ ഐസി എഞ്ചിൻസിലെല്ലാം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ 1 ഇതാണ് പറയുന്നത്. ഇറ്റ്സ് എഫിഷ്യൻസി can be improved by using a working fluid of higher value of ratio of specific heat. അതായത് കൂടുതൽ ഹയർ വാല്യൂ ഉള്ള ഗാമ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. whenever gamma increases, gamma എന്ന് പറയുമ്പോൾ ratio of specific heat increases, the gas converts the heat into work more effectively, resulting in an increased efficiency. So the given statement is correct. അതായത് ഗാമ കൂടുന്തോറും എന്താണ്, ആ ഗ്യാസ് ഹീറ്റിനെ ഇഫക്റ്റീവ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് അത് കൺവേർഷൻ നടക്കുന്നു, അതുകൊണ്ട് എഫിഷ്യൻസി കൂടും ഓട്ടോമാറ്റിക് ആയിട്ട്. സോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഓപ്ഷൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ സൈക്കിൾ. റിവേഴ്സിബിൾ സൈക്കിൾ അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഐഡിയൽ ഓട്ടോ സൈക്കിൾ ഈസ് ഓൺലി റിവേഴ്സിബിൾ. ഐഡിയൽ ഓട്ടോ സൈക്കിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് റിവേഴ്സിബിൾ ആണ്. പക്ഷെ വെറും ഓട്ടോ സൈക്കിൾ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റിയൽ സൈക്കിളും നമുക്ക് റിയൽ സൈക്കിൾ ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഓട്ടോ സൈക്കിൾ ഇൻ റിയൽ കേസ് ഈസ് നോട്ട് റിവേഴ്സിബിൾ ഡ്യൂ ടു ഇറിവേഴ്സിബിലിറ്റീസ് ലൈക്ക് ഫ്രിക്ഷൻ, മെക്കാനിക്കൽ ലോസസ് എക്സെട്ര. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതായത് ഓട്ടോ സൈക്കിൾ ഇറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയുന്നത്. അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് റിയൽ സൈക്കിൾ ആണ്. റിയൽ സൈക്കിൾ ഒരിക്കലും എന്തല്ല, റിവേഴ്സിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് പ്രാക്ടിക്കൽ വേ ഓഫ് ഇൻക്രീസിംഗ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് ടു ഇൻക്രീസ് ദ കംപ്രഷൻ റേഷ്യോ. ഇൻക്രീസിംഗ് ദ കംപ്രഷൻ റേഷ്യോ റൈസസ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ബിഫോർ കമ്പഷൻ, leading to greater expansion work. This improves the conversion of heat into work, thus increasing the efficiency. അതായത് എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു പ്രാക്ടിക്കൽ വഴി എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് കംപ്രഷൻ റേഷ്യോ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ പ്രകാരം തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ഈസ് ഓൾസോ കറക്റ്റ്. ചോദ്യം എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ഓട്ടോ സൈക്കിൾ എന്നാണ്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്, രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്, മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്. ഈ നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. കാർബറേറ്റഡ് ഗ്യാസലിൻ എഞ്ചിൻസ് വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ can work with compression ratios more than 12. കംപ്രഷൻ റേഷ്യോന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെട്രോൾ എഞ്ചിൻസ് യൂസ് സ്പാർക്ക് ഇഗ്നിഷൻ and are prone to knocking or auto ignition at high compression ratios. Typically, the compression ratio is limited to about 6 to 10 and for up to a maximum of 12. പെട്രോൾ എഞ്ചിന്റെ കേസാണ്. കംപ്രഷൻ റേഷ്യോ 6 തൊട്ട് 10 വരെ ആവാം. മാക്സിമം 12 ആണ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. Beyond this, uncontrolled combustion occurs leading to the engine damage. So, statement is incorrect. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാർബറേറ്റഡ് എഞ്ചിൻസ് വർക്കിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ക്യാൻ വർക്ക് വിത്ത് കംപ്രഷൻ റേഷ്യോസ് മോർ ദാൻ 12. ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ഗ്യാസോലിൻ എഞ്ചിൻസിന് 12ൽ കൂടുതൽ കംപ്രഷൻ റേഷ്യോയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ശ്രദ്ധിക്കുക, 12 എന്ന് പറയുന്നത് എക്സ്ട്രീം വാല്യൂ ആണ്. 12 കൂടുതൽ ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 12. 12 കൂടുതൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് എഞ്ചിൻ ഡാമേജിലേക്ക് കൊണ്ട് എത്തിക്കും. സോ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അപ്പൊ തന്നിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3യും കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1, 2 and 3 ആർ കറക്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ സ്റ്റീം ടർബൈൻസ് ദ റേഷ്യോ ഓഫ് എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ബ്ലേഡ് ടു ദ സം ഓഫ് ദ എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ്സ് ഈസ് കോൾഡ്. സ്റ്റീം ടർബൈനെ കുറിച്ചുള്ള ചോദ്യമാണ്. റേഷ്യോ ഓഫ് എൻതാൽപി ഡ്രോപ്പ്, മൂവിംഗ് ബ്ലേഡിലും ഫിക്സഡ് ബ്ലേഡിലും തമ്മിലുള്ള എൻതാൽപി ഡ്രോപ്പിന്റെ റേഷ്യോനെ നമ്മൾ എന്താണ് പറയുന്നത്? താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ. അപ്പൊ നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. In steam turbine, energy conversion happens in fixed blades called nozzles and moving blades called rotor. Fixed blades നമ്മൾ nozzles എന്നും moving blades rotor എന്ന് പറയും. സ്റ്റീം ടർബൈൻസിൽ എനർജി കൺവേർഷൻ നടക്കുന്നത് ഫിക്സഡ് ബ്ലേഡിലും മൂവിംഗ് ബ്ലേഡ്സിലും ആണ്. The characteristics of turbine is determined by the distribution of enthalpy drop between these blades. Enthalpy drop ഈ രണ്ട് ബ്ലേഡിന് ഇടയ്ക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്നനുസരിച്ചാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
degree of reaction of a steam turbine is the measure of how much energy conversion happens in the rotor versus stator. Okay, റോട്ടറിലും സ്റ്റേറ്ററിലും എത്രത്തോളം എനർജി കൺവേർഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓൾസോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ ടർബൈൻ ഈസ് ഇമ്പൾസീവ് ഓർ റിയാക്റ്റീവ് ടൈപ്പ്. ഡിഗ്രി ഓഫ് റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഇമ്പൾസീവ് ആണോ അല്ല റിയാക്റ്റീവ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. R is equal to 0 ആണെങ്കിൽ അത് പ്യുവർലി ഇമ്പൾസ് ടർബൈൻ ആണ്. R is equal to 0.5 ആണെങ്കിൽ പാർസൺസ് ടർബൈൻ ആണ്. R is equal to 1 ആണെങ്കിൽ പ്യുവർ റിയാക്ഷൻ ടർബൈൻ ആണ്. ഓൾ ഡ്രോപ്പ് ഇൻ മൂവിംഗ് ബ്ലേഡ് 0.5 ആണെങ്കിൽ ഈക്വൽ ഡ്രോപ്പ് ഇൻ ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്. 0 ആണെങ്കിൽ ഓൾ ഡ്രോപ്പ് ഇൻ ദി ഫിക്സഡ് ബ്ലേഡ്. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. R is equal to enthalpy drop in moving blade divided by total enthalpy drop in the stage. Stage efficiency eta is the ratio of actual work to isentropic work. Actual workum isentropic workum തമ്മിലുള്ള റേഷ്യോ ആണ് സ്റ്റേജ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് ടർബൈൻ കോമ്പൗണ്ടിങ് റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് റെഫേഴ്സ് ടു ഹൗ മച്ച് പ്രഷർ ഓർ വെലോസിറ്റി ഡ്രോപ്സ് are divided across multiple stages and not within a single stage. അതായത് മൾട്ടിപ്പിൾ സ്റ്റേജില് പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി ഡ്രോപ്സ് എത്ര കണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് ടർബൈൻ കോമ്പൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു സ്റ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ല കോമ്പൗണ്ടിങ് റേഷ്യോ. ഇനി വർക്ക് ഡൺ ബൈ ദ ബ്ലേഡ് പെർ കിലോഗ്രാം ഓഫ് സ്റ്റീം ഇസ് ദ ആക്ച്വൽ എനർജി ഔട്ട്പുട്ട് ഫ്രം ദ ടർബൈൻ. തന്നിട്ടുള്ള ഓപ്ഷൻസിനെല്ലാം നമ്മൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ എന്താണ്, സ്റ്റീം ടർബൈൻ റേഷ്യോ ഓഫ് എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ബ്ലേഡ് ടു സം ഓഫ് എൻതാൽപി ഡ്രോപ്പ് ഇൻ ദ മൂവിംഗ് ആൻഡ് ഫിക്സഡ് ബ്ലേഡ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്തു. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും മറ്റുള്ള ഓപ്ഷൻസും തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിൾ ദ ഗ്രേറ്റസ്റ്റ് എക്കണോമി ഈസ് എഫക്റ്റഡ് ബൈ. അതായത് റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സ്റ്റീം ടർബൈന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിളിൽ ദ ഗ്രേറ്റസ്റ്റ് എക്കണോമി ഈസ് എഫക്റ്റഡ് ബൈ ഓപ്ഷൻ എ when steam is extracted only from the last stage. Option B, when steam is extracted only from the first stage. Option C, when steam is extracted from several places in different stages of steam turbine. And option D, when steam is extracted from only one suitable point of steam turbine. Regenerative feed heating cycle എന്താണ് എന്നുള്ള ആദ്യം അറിയണം. എന്നാലും നമുക്ക് ഈ ഓപ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. In a regenerative feed heating cycle, steam is extracted from the turbine to heat the feed water. ബോയിലറിലേക്കുള്ള ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാനായിട്ട് ടർബൈനിൽ എന്ത് ചെയ്യുന്നു, സ്റ്റീം എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നു. This increases the efficiency by reducing heat required in the boiler. ബോയിലറിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ഹീറ്റ് ഇൻപുട്ട് അത് കാരണം തന്നെ നമുക്ക് കുറവ് മതി. കാരണം ഫീഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബോയിലർ എത്തുന്നതിന് മുന്നേ ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബോയിലറിലേക്കുള്ള ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കുറവ് മതി. Greater efficiency is achieved when feed water heating is done gradually and optimally. ഗ്രാജുവൽ ആയിട്ടും ഒപ്റ്റിമൽ ആയിട്ടും ഫീഡ് വാട്ടറിന് ഹീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് എഫിഷ്യൻസിയിൽ റിഫ്ലക്ട് ആവുള്ളൂ. മാക്സിമം എഫിഷ്യൻസി ഈസ് അച്ചീവ്ഡ് വിത്ത് മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. ഡിഫറെന്റ് ടർബൈൻ സ്റ്റേജസിൽ മൾട്ടിപ്പിൾ എക്സ്ട്രാക്ഷൻസ് നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മാക്സിമം എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഇനി റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിൾ ഗ്രേറ്റസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം എഫിഷ്യൻസി ആണ് അതിന്റെ വേറൊരു മീനിങ്. വെൻ സ്റ്റീം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സെവറൽ പ്ലേസസ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സ്റ്റീം ടർബൈൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കിംഗ് ടെൻഡൻസി ഇൻ CI engine increases with increasing temperature of inlet air. To avoid knock in SI engine, combustion chamber must have large bore. Detonation in SI engine occurs due to pre-ignition of change before spark is struck.
Advancing spark timing in spark ignition engines leads to reduced knocking tendency. നോക്കാം. Knocking എന്ന് പറയുന്നത് എന്താണ്? Knocking is an abnormal combustion phenomena in engines where part of the fuel air mixture burns suddenly and uncontrollably, producing pressure waves and a metallic knocking sound. Okay, അതായത് ഒരു അബ്നോർമൽ കമ്പഷൻ ഫിനോമിന, എഞ്ചിനിലുള്ള ഒരു അബ്നോർമൽ കമ്പഷൻ ഫിനോമിന ആണ്. അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദ ഫ്യൂൽ എയർ മിക്സ്ചർ ബേൺസ് suddenly and uncontrollably, producing pressure waves and a metallic knocking sound. Knocking in engines depends on fuel ignition characteristics, temperature, pressure and combustion timing, and SI and CI engines behave differently. Knocking രണ്ടിലും ഉണ്ട് എന്നുണ്ടെങ്കിലും സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും അതായത് പെട്രോൾ എഞ്ചിനും കംപ്രഷൻ ഇഗ്നിഷൻ അതായത് ഡീസൽ എഞ്ചിനും രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. രണ്ടിലുമുള്ള ഡിറ്റോണേഷൻ അല്ലെങ്കിൽ നോക്കിംഗ് എന്ന് പറയുന്നത് സെയിം അല്ല. ഇൻ SI engine or petrol engine, flame should spread smoothly, but the remaining unburned mixture or the end gas may auto ignite suddenly and this increases the detonation. പെട്രോൾ എഞ്ചിനിൽ അല്ലെങ്കിൽ SI എഞ്ചിനില് സ്പാർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത ശേഷം ഫ്ലെയിം എന്താണ് ഈവൺ ആയിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൺബേൺഡ് ആയിട്ടുള്ള മിക്സ്ചർ പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഏത് പെട്രോൾ എഞ്ചിനിൽ ഉണ്ടാവുന്ന നോക്ക് അല്ലെങ്കിൽ ഡിറ്റോണേഷൻ. അതേസമയം ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ CI എഞ്ചിനിൽ ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് ഇൻ ടു ഹോട്ട് കംപ്രസ്ഡ് എയർ. ഫ്യൂൽ ഇൻജക്ടറിൽ ഫ്യൂൽ ഇൻജക്ട് ചെയ്യുന്നു. If ignition delay is long, fuel accumulates and sudden combustion of this accumulated fuel causes diesel long. അതായത് ഇഗ്നിഷൻ കൂടുതൽ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻജക്റ്റഡ് ഫ്യൂൽ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് കത്തിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഒരു നോക്കിങ്ങിൽ വന്ന് അവസാനിക്കുന്നത് ഏത് CI എഞ്ചിനിൽ. സോ ഇൻ SI എഞ്ചിൻ ഓട്ടോ ഇഗ്നിഷൻ ഓഫ് എൻ ഗ്യാസ് ആഫ്റ്റർ സ്പാർക്ക് കോസസ് ഡിറ്റോണേഷൻ, whereas in CI engine sudden combustion of the accumulated fuel after the long ignition delay causes the knock. രണ്ടിലും ഡിറ്റോണേഷൻ നോക്കിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. അതാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് നോക്കിംഗ് ഇൻ CI എഞ്ചിൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് എയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ റെഡ്യൂസസ് ഇഗ്നിഷൻ ഡിലേ ലീഡിംഗ് ടു സ്മൂത്തർ കമ്പഷൻ ആൻഡ് ലെസ് നോക്കിംഗ്. സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നോക്കിംഗ് കൂടും, ഇൻലെറ്റ് എയറിന്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നോക്കിംഗ് കൂടും CI എഞ്ചിനിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻലെറ്റ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇഗ്നിഷൻ ഡിലേ കുറയുകയാണ് ചെയ്യുന്നത്. ഇഗ്നിഷൻ ഡിലേ കുറഞ്ഞാൽ തന്നെ CI എഞ്ചിനില് ഡിറ്റോണേഷൻ ടെൻഡൻസി കുറയും. അതുകൊണ്ട് തന്നെ ഡിറ്റോണേഷൻ ടെൻഡൻസി കൂടുകയല്ല കുറയുകയാണ് ചെയ്യുന്നത്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ടു അവോയ്ഡ് നോക്ക് ഇൻ SI എഞ്ചിൻ കമ്പഷൻ ചേംബർ മസ്റ്റ് ഹാവ് ലാർജർ ബോർ. Larger bore increases flame travel distance which results in more end gas, higher knocking tendency. അപ്പൊ നോക്കിംഗ് ഇവിടെ എന്താണ്? ടു അവോയ്ഡ് നോക്കിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ വലിയ ബോറുള്ള സിലിണ്ട്രിക്കൽ ബോറുള്ള ഒരു കമ്പഷൻ ചേംബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്കിംഗ് അവോയ്ഡ് ചെയ്യാം. SI എഞ്ചിനിലാണ് പറഞ്ഞിട്ടുള്ളത്. ബോറിന്റെ ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കൂടുന്നു. ഫ്ലെയിം ട്രാവൽ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് റിസൾട്ടിങ് ഇൻ മോർ എൻഡ് ഗ്യാസ് which will be resulting in higher knocking tendency. Again, the given statement is wrong. Option 3 പറയുന്നത് detonation in SI engine occurs due to pre-ignition before spark. ശ്രദ്ധിക്കുക, pre-ignitionും auto ignitionും രണ്ടാണ്. Detonation occurs after spark due to auto ignition of N gas and not pre-ignition. Okay, കൺഫ്യൂഷൻ വരരുത്. pre-ignition വേറെ auto ignition വേറെയാണ്. അതുകൊണ്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 4 എന്താണ്? Advancing spark timing in SI engine reduces knocking. Advancing spark increases pressure and temperature of end gas which increases knocking. Okay, അപ്പൊ നോക്കിംഗ് കൂടുകയാണ് ചെയ്യുന്നത്. സ്പാർക്ക് ടൈമിംഗ് അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ട് അല്ല, റെഡ്യൂസ് ചെയ്യല്ല. സോ അഗെയിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പൊ തന്നിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1, 2, 3, 4 എല്ലാം എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ D is the correct answer. All are wrong. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ കാർനോട്ട് റെഫ്രിജറേറ്റർ ഹാവിംഗ് ദ കപ്പാസിറ്റി ഓഫ് 15 tons
The higher temperature of the refrigerant in the system is 27 degrees Celsius and the lower temperature is minus 23 degrees Celsius. What is the work input value in megajoule per hour? Carnot refrigerator കുറിച്ചുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, നോക്കാം. For a Carnot refrigerator, COP is equal to TL divided by TH minus TL. TL എന്ന് പറയുന്നത് low temperature ആണ്, TH എന്ന് പറയുന്നത് temperature of the high temperature body, അതായത് low temperature high temperature. COP of refrigerator is equal to QL by W. അല്ലെ, COP എന്ന് പറഞ്ഞാൽ എന്താ? Desired effect divided by work input. ഇവിടെ QL എന്ന് പറഞ്ഞാൽ എന്താ? Amount of heat extracted from the low temperature body by W. അപ്പൊ അവിടെ നമുക്ക് W എന്ത് കിട്ടും? W is equal to QL divided by COP. തന്നിട്ടുള്ളത് 15 ton of refrigeration ആണ് കപ്പാസിറ്റി തന്നിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ton of refrigeration or TR is equal to 210 kilojoule per minute സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, കാണാതെ പഠിക്കുക. ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് 210 കിലോജൂൾ പെർ മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 12600 കിലോജൂൾ പെർ അവർ ആണ്. യൂണിറ്റുകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. സോ QL എന്ന് പറയുന്നത് 15 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ 15 into 12,600, ദാറ്റ് ഈസ് 18 lakhs 1,89,000 കിലോജൂൾ പെർ അവർ എന്ന് കിട്ടും QL. TH 27 plus 273, TL എന്ന് പറയുന്നത് -23 plus 273. തന്നിട്ടുള്ള ടെമ്പറേച്ചേഴ്സിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റി, എന്നിട്ട് COPയുടെ എക്സ്പ്രഷനിലേക്ക് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 37.8 മെഗാജൂൾ പെർ അവർ ആണ് ആൻസർ കിട്ടുന്നത്. ചോദ്യം മെഗാജൂളിൽ കണ്ടുപിടിക്കാനാണ്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. തന്നിട്ടുള്ളതില് 36, 42, 30, 24 ഉള്ളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 37.8 ആണ്. അതിനടുത്ത് വരുന്ന ഒരു ആൻസർ 36 ആണെങ്കിലും എക്സാക്ട്ലി 36, 37 സെയിം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ ഇല്ല. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ് ഫ്രം ദി ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാനത് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് തന്നിട്ടുള്ള ആൻസർ അവൈലബിൾ അല്ല. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ഹാസ് നോ ഓപ്ഷൻസ് വിത്ത് കറക്റ്റ് ആൻസർ. അറിഞ്ഞിരിക്കുക, പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. വാല്യൂ അതിലില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽമോൾട്സ് ഫ്രീ എനർജി എഫ് റിലേഷൻ ഈസ്. ഹെൽമോൾട്സ് ഫ്രീ എനർജി റിലേഷൻ ഏതാണ്? താഴെ തന്നിട്ടുള്ളതിലാണ് ചോദ്യം. The Helmholtz free energy F represents the useful work obtainable from a system at a constant temperature and volume. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും വോളിയത്തിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടാവുന്ന യൂസ്ഫുൾ വർക്കിനെയാണ് ഹെൽമോൾട്സ് ഫ്രീ എനർജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. F is equal to U minus TS with usual notations. U is the internal energy. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ, ഇത് തെർമോഡൈനാമിക്സ് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിബ്സ് ഫ്രീ എനർജി, ഗിബ്സ് ഹെൽമോൾട്സ് ഫംഗ്ഷൻ, അങ്ങനെയുള്ള ആ ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത്. T is the absolute temperature, S is the entropy. So F is equal to U minus TS ആണ് ഹെൽമോൾട്സ് ഫ്രീ എനർജി. TS represents energy unavailable for work and U minus T gives available. Okay, TS എന്ന് പറയുന്നത് അൺഅവൈലബിൾ ആണ്. F എന്ന് പറയുന്നത് U minus TS അല്ലെങ്കിൽ F എന്ന് പറയുന്നത് അവൈലബിൾ എനർജി അല്ലെങ്കിൽ യൂസ്ഫുൾ എനർജി ആണ്. അപ്പൊ തന്നിട്ടുള്ളതില് ഓപ്ഷൻ ബി F is equal to U minus T is the correct answer for Helmholtz free energy relation. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a hydrodynamic boundary layer, the energy, momentum and displacement thicknesses are observed to be 1/18, 1/15 and 1/3 respectively. The shape factor value will be. വീണ്ടും ബൗണ്ടറി ലെയറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എനർജി തിക്നെസ്, മൊമെന്റം തിക്നെസ്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഫാക്ടർ എന്താണ്? ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണിത്, നോക്കാം. In a boundary layer theory, the shape factor H indicates the velocity profile shape and is defined as H is equal to delta star divided by theta, where delta is the displacement thickness and theta is the momentum thickness. അതായത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് എന്ന് പറഞ്ഞ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്സസ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് ഷേപ്പ് ഫാക്ടറിന്റെ ഡെഫിനേഷൻ വരുന്നത്
H is equal to delta star divided by theta. അപ്പോ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എനർജി തിക്നെസ് ഈസ് ഈക്വൽ ടു 1/18, മൊമെന്റം തിക്നെസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/15, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1/3. ഇത് മൂന്നെണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ദ ഷേപ്പ് ഫാക്ടർ വാല്യൂ വിൽ ബി, ഷേപ്പ് ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ഡിവൈഡഡ് ബൈ തീറ്റ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H ഈസ് ഈക്വൽ ടു 1/3 ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡെൽറ്റ സ്റ്റാർ ഡിവൈഡഡ് ബൈ 1/15 മൊമെന്റം തിക്നെസ് തീറ്റ. റേഷ്യോ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് H ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. So in a hydrodynamic boundary layer, the energy, momentum and displacement thickness are given. The shape factor will be 5. Option C is the correct answer.